ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം വേദപുസ്തകത്തിലെ ഒരു നല്ല നോവലാണ്. രൂത്തിൻ്റെ പുസ്തകം വേദപുസ്തകത്തിലെ നല്ലൊരു കഥാപുസ്തകമാണ്. രൂത്തിൻ്റെ പുസ്തകം ഒരു ലവ് സ്റ്റോറി എന്ന് പറയാവുന്നൊരു പുസ്തകമാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകം. പക്ഷേ എത്ര മഹത്തായ ആശയങ്ങളാണ് ഇതിൽ തിങ്ങി നിൽക്കുന്നതെന്ന് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് തരുന്നതായി വിലപ്പെട്ട പാഠങ്ങൾ അത്യന്തം ശ്രേഷ്ഠമാണ്, അത്യന്തം അനുഗ്രഹകരമാണ്. രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ കണ്ണുനീരാണ്, അവസാനിക്കുമ്പോൾ വിജയമാണ്. ഫ്രം ടീയേഴ്സ് ടു ട്രയംഫ്. ടീയേഴ്സ് കണ്ണുനീര്, ട്രയംഫ് വിജയം. ഫ്രം ടീയേഴ്സ് ടു ട്രയംഫ്. രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ ശവസംസ്കാരമാണ്, എന്നാൽ അവസാനിക്കുമ്പോൾ വിവാഹമാണ്. ഫ്രം ഫ്യൂണറൽ ടു വെഡ്ഡിങ്, ഫ്രം ഫ്യൂണറൽ ടു ഫുൾനെസ്. ശവസംസ്കാരത്തിൽ നിന്ന് നിറവിലേക്ക്. രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ക്ഷാമമാണ്, അവസാനിക്കുമ്പോൾ സമൃദ്ധിയാണ്. ഫ്രം ഫാമിൻ ടു ഫീസ്റ്റ്, ഫ്രം ഫാമിൻ ടു ഫുൾനെസ്. ക്ഷാമത്തിൽ ആരംഭിക്കുന്നു, സമൃദ്ധിയിൽ അവസാനിക്കുന്നു. തുടങ്ങുമ്പോൾ ദുഃഖം, അവസാനിക്കുമ്പോൾ സന്തോഷം. ഫ്രം സാഡ്നെസ് ടു ഗ്ലാഡ്നെസ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്. വളരെ മനോഹരമായ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകം വിലയേറിയ പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ നവോമി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതൊരു അമ്മാവിയമ്മയാണ്. നവമിയെക്കുറിച്ച് നാം ഈ 4 അധ്യായം വായിക്കുമ്പോൾ നവമിയെക്കുറിച്ച് കാണുന്നത് നവമിയുടെ കൈകൾ എംറ്റിയാണ്, കൈകൾ ശൂന്യമാണ്. നവമിയുടെ ഹൃദയം ശൂന്യമാണ്, നവമിയുടെ ജീവിതം ശൂന്യമാണ്. നവമിയെക്കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. ദിസ് ബുക്ക് ബിഗിൻസ് വിത്ത് ബിറ്റർനെസ് ബട്ട് ഇറ്റ് എൻഡ്സ് വിത്ത് ബ്ലെസ്സഡ്നെസ്. ഫ്രം ബിറ്റർനെസ് ടു ബ്ലെസ്സഡ്നെസ്. കയ്പിൽ നിന്ന് അനുഗ്രഹ സമൃദ്ധിയിലേക്ക്. ഫ്രം ബിറ്റർനെസ് ടു ബ്ലെസ്സഡ്നെസ്. കയ്പേറിയ അനുഭവങ്ങൾ, യാതന നിറഞ്ഞ അനുഭവങ്ങൾ. സാധാരണ മനുഷ്യ ജീവിതത്തിലെമ്പാടും അതാണ് നാം കാണുന്നത്, കയ്പിൻ്റെ അനുഭവങ്ങൾ. എത്ര ദുഃഖഭൂയിഷ്ടമാണ് മനുഷ്യ ജീവിതം, എത്ര ദുരിതപൂരിതമാണ് മനുഷ്യ ജീവിതം. ഏങ്ങലടികളും കരച്ചിലുകളും വിങ്ങലുകളും വിതുമ്പലുകളും കണ്ണീരും കയ്യും വലയുന്ന ജീവിതങ്ങൾ, ഭാരപ്പെട്ട് ഞരങ്ങുന്ന ജീവിതങ്ങൾ. എല്ലാ മനുഷ്യരും അതെ. എത്ര സമ്പന്നമായ സാഹചര്യത്തിലാണെന്ന് വിചാരിച്ചാലും അകത്തേക്കിറങ്ങി നോക്കുമ്പോൾ ശൂന്യതയാണ്. ശൂന്യമായ കൈകൾ, ശൂന്യമായ ഹൃദയം, ശൂന്യമായ ജീവിതം. എംറ്റി ഹാൻഡ്സ്, എംറ്റി ഹാർട്ട്. ഹൃദയം ശൂന്യമാണ്, കൈകളും ശൂന്യമാണ്. അനേകരും അങ്ങനെയാണ്. ഏതോ ഒരു ശൂന്യത നമ്മുടെ ജീവിതത്തിലുണ്ട്, ഏതോ ഒരു അസംതൃപ്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തെല്ലാമോ നാം ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്തെല്ലാമോ നാം പ്രതീക്ഷകളുടെ പരിസമാപ്തിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. നാം സ്വപ്നങ്ങൾ നെയ്തെടുത്തു, പക്ഷേ സ്വപ്നങ്ങൾ സഫലീകൃതമായില്ല. പലരുടെയും ജീവിതം അങ്ങനെയാണ്. നല്ല നല്ല ആശകളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നല്ല നല്ല സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങൾ, വാടിക്കൊഴിഞ്ഞ സ്വപ്നങ്ങൾ. പലരുടെയും ജീവിതം അങ്ങനെയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ജീവിതം ആരംഭിക്കുന്നത്, വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്, വലിയ പ്രതീക്ഷയോടെയാണ് മക്കൾ വളർത്തുന്നത്, വലിയ പ്രതീക്ഷയോടെയാണ് വിവാഹം നടത്തുന്നത്, വലിയ പ്രതീക്ഷകളാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്, കുഞ്ഞിനെ വളർത്താൻ തുടങ്ങുന്നത്, വലിയ പ്രതീക്ഷയോടെയാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോകുന്നു, ആശകൾ അസ്തമിച്ചു പോകുന്നു. മനുഷ്യജീവിതം അങ്ങനെയാണ്. എന്നാൽ ടീയേഴ്സിൽ നിന്ന് ട്രയംഫിലേക്കും
ബിറ്റർനെസ്സിൽ നിന്ന് ബ്ലെസഡ്നെസ്സിലേക്കും നയിക്കാൻ ഒരു ദൈവമുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൽ 25 പ്രാവശ്യം ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദ ലോഡ് എന്ന വാക്ക് രൂത്തിൻ്റെ പുസ്തകം വായിച്ചാൽ കാണാം 25 പ്രാവശ്യം ആവർത്തിക്കുന്നു. 4 അധ്യായങ്ങളിലായി 25 പ്രാവശ്യം. ദ ലോഡ്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും, എല്ലാ സമൃദ്ധിയുടെയും, എല്ലാ വിജയത്തിൻ്റെയും അതിൻ്റെ ആരംഭം ദൈവമാണ്. അതിൻ്റെ ഉറവിടം ദൈവമാണ്. അതിൻ്റെ വിധാതാവ് ദൈവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ദൈവമാണ്. ദാതാവ് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാം തരുന്നു, അനുഗ്രഹങ്ങൾ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ദുഃഖം തരുന്നത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നവമി അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. നവമി ചിന്തിച്ചത് ദൈവം എനിക്ക് കയ്പ് വരുത്തി എന്നാണ്. അത്യുന്നതനോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. സർവശക്തൻ്റെ കൈ എനിക്ക് വിരോധമായി എന്നാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൈ എനിക്ക് വിരോധമായി തീർന്നു. അത്യുന്നതൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നാം പറയുന്നത് ഞാൻ നിറഞ്ഞവളായിരുന്നു, പക്ഷേ ഞാൻ ഒഴിഞ്ഞവളാകാൻ കാരണം അത്യുന്നതനാണെന്നാണ്. അത്യുന്നതനായ ദൈവം എന്നെ മറന്നു എന്ന്, അത്യുന്നതനായ ദൈവം എന്നെ വെറുത്തു എന്ന്, അത്യുന്നതനായ ദൈവം എനിക്ക് പ്രതികൂലമായി എന്ന്, ദൈവം എനിക്ക് അനുകൂലമല്ലല്ലോ എന്ന്, ഏറ്റവും കയ്പായുള്ളത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. മനുഷ്യ ജീവിതം പലപ്പോഴും ദൈവം തരുന്ന നന്മകളെ കാണാറില്ല. പക്ഷേ ദൈവം തിന്മകൾ തരുന്നു എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വേദപുസ്തകം ശ്രദ്ധയോടെ വായിച്ചാൽ കാണാം, ദൈവം ആർക്കും ദോഷം വരുത്തുന്നില്ല. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ യാക്കോബ് അത് പറയും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ യാതനകളും വേദനകളും വരുന്നത് അത് ദൈവം വരുത്തുന്നതല്ല, ദൈവം തരുന്നതല്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പരീക്ഷകൾ നാം തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അത് പിശാച് വരുവാൻ നാം വഴി തുറന്നു കൊടുക്കുന്നതാണ്. പിശാച് തിന്മകൾ നമുക്ക് വരുത്തുവാൻ നാം വഴി തുറന്നു കൊടുക്കുന്നതാണ്. നമുക്ക് വായിക്കാം. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. പരീക്ഷ മൂലം അവൻ കൊള്ളാകുന്നതിനായി തെളിയും. അതിനുശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നാം കൊള്ളാകുന്നവരായി തെളിയുകയാണ്. എന്നിട്ടോ തന്മൂലം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം നാം പ്രാപിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വായിക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം എന്നെ പരീക്ഷിച്ചു, ദൈവമാണ് എനിക്കാണ് ഇത് ദോഷം വരുത്തിയത് എന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവം ആരെയും ദോഷങ്ങളെ പരീക്ഷിക്കുന്നവനല്ല, ദോഷം വരുത്തുന്നവനല്ല. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഓരോരുത്തരും പരീക്ഷകൾ വരുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അവനവൻ്റെ ഹൃദയത്തിലുള്ളതായ മോഹങ്ങൾ, അവനവൻ്റെ ഹൃദയത്തിലുള്ളതായ പാപരാഗങ്ങൾ, അവനവൻ്റെ ഹൃദയത്തിലുള്ളതായ വികാര വിക്ഷുബ്ധികൾ, അവനവൻ്റെ ജീവിതത്തിലുള്ളതായ തിന്മകൾ, പലരും മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാലാകുന്നു പരീക്ഷകൾ വരുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഹൃദയത്തിൽ നിറഞ്ഞു വന്ന് അത് പാപമായി തീരുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മോഹം തുടങ്ങുന്നു, മോഹം അത് പിന്നെ പാപമായി തീരുന്നു. പാപം മരണത്തിലേക്ക് നയിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ആത്മാവിൻ്റെ പാപം ആത്മാവിൻ്റെ മരണമായി കലാശിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. വീണ്ടും പറയുന്ന അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾക്കാർക്കും ചതി പറ്റിപ്പോകരുത്, ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. കാരണം നിങ്ങൾക്ക് തോന്നുന്നു ദൈവം എനിക്ക് ദോഷം വരുത്തിയെന്ന്. അത് പിശാച് തരുന്ന ഒരു ചതിവിൻ്റെ ചിന്തയാണ്, പിശാച് വരുത്തുന്ന ഒരു വഞ്ചനയുടെ ചിന്തയാണ്. നിങ്ങൾക്കാർക്ക് ആ വഞ്ചന വന്നു പോകരുത്. നിങ്ങളാരും ഡിസീവ്ഡ് ആകരുത്.
ബി നോട്ട് ഡിസീവ്ഡ്. നിങ്ങളാരും ചതി പറ്റിപ്പോകരുത്, നിങ്ങൾക്കാർക്കും വഞ്ചന പറ്റിപ്പോകരുത്, നിങ്ങളാരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. പിശാച് ഇങ്ങനെ ഒരു ആലോചന തരും, വഞ്ചനയുടെ ആലോചന. ദൈവം വരുത്തിയതാണ് തിന്മ, ദൈവമാണ് ഈ ദോഷം വരുത്തിയത്, ദൈവമാണ് ഈ അപകടം വരുത്തിയത്, ദൈവമാണ് ഈ ആക്സിഡൻറ്റ് വരുത്തിയത്, ദൈവമാണ് ഈ മരണം വരുത്തിയത്, ദൈവമാണ് പ്രിയപ്പെട്ടവർ നേരത്തെ വേർപെട്ടു പോകാൻ കാരണമായി തീർന്നത്, ദൈവമാണ് കടം വരുത്തിയത്, ദൈവമാണ് അനുകൂലമല്ലാത്തതുകൊണ്ട് പ്രയാസങ്ങൾ വരുത്തിയത് എന്നിങ്ങനെയുള്ളതായ ധാരണകൾ നിങ്ങൾക്ക് വരുത്തുന്നത് പിശാചിൻ്റെ വഞ്ചനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അവനവൻ പരീക്ഷ വരുന്നത് അവനവൻ്റെ ഹൃദയത്തിലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. പൈശാചികന് നമ്മെ തൊടുവാൻ അവസരം കിട്ടുമ്പോൾ അവൻ നമ്മെ ആക്രമിക്കുകയാണ്. ദുഷ്ടപിശാചിന് നമ്മെ നശിപ്പിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അവൻ നമ്മെ നശിപ്പിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ ശത്രു വരുന്നത്. അറുത്ത് കളയുക, മുടിച്ച് കളയുക, മോഷ്ടിച്ചെടുക്കുക, ഇതാണ് ശത്രുവിൻ്റെ തന്ത്രം. നമ്മെ ഓരോരുത്തരെയും ശത്രുവായി പിശാച് അറുത്ത് കളയുന്നു, മുടിച്ച് കളയുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മീക സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് നാശങ്ങൾ വരുത്തുന്ന എല്ലാം പിശാചിൻ്റെ കെണിയാണ്. എന്നാൽ സഹോദരന്മാരെ, ദൈവം എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും നമ്മെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ദൈവം ആശയോടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ആ വിനയിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവം കാത്തു നോക്കി നിൽക്കുകയാണ്. ഒരു ചാൻസ് കിട്ടാൻ ദൈവം കാത്തിരിക്കുകയാണ്. പിശാചിനെ നാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പാപത്തെ നാം ഉപേക്ഷിക്കുമ്പോൾ, പാപം വിട്ട് തിരിയുമ്പോൾ, അപ്പോൾ ദൈവത്തിന് നമ്മെ ചാടിപ്പിടിക്കാൻ സാധിക്കും. ദുഷ്ടനായ പിശാച് അവകാശം പറഞ്ഞ് നിൽക്കുന്നതായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവകാശം പറഞ്ഞ് ദുഷ്ടൻ നമ്മുടെ മേൽ നിൽക്കുമ്പോൾ ആ ദുഷ്ടപിശാചിനെ മാറ്റുവാൻ ദൈവം ആശയോടെ നോക്കി നിൽക്കും. പക്ഷേ ദൈവത്തിന് ദുഷ്ടപിശാചിനെ മാറ്റുവാൻ സാധിക്കണമെങ്കിൽ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പാപത്തെ ഉപേക്ഷിക്കണം. പിശാചിനെ ഞാൻ തള്ളിപ്പറയണം. പിശാചിനെയും പിശാച് വരുത്തി വെച്ച പാപത്തെയും ഞാൻ തള്ളിപ്പറയുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്നെ കയറി പിടിക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ, എനിക്ക് അനർത്ഥം വന്നു പോയല്ലോ കർത്താവേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപം കൊണ്ട് എൻ്റെ ഹൃദയം കീറിപ്പിളർക്കുന്നത് പോലെ എൻ്റെ ഉള്ളം തകരുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആ വിടവിൽ കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. എൻ്റെ ഹൃദയം തകരണം സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയം തകരണം. അനുതാപം കൊണ്ട് നിങ്ങളുടെ ഹൃദയം ആർദ്രമായി തീരണം. അനുതാപം കൊണ്ട് നിങ്ങളുടെ ഹൃദയം മൃദുലമായി തീരണം. അനുതാപം കൊണ്ട് നിങ്ങളുടെ ഹൃദയം തകരുകയും നിങ്ങളുടെ ഹൃദയം നുറുങ്ങുകയും ചെയ്യണം. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. ദൈവത്തിൻ്റെ കന്യാകങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. തകർന്ന ഹൃദയത്തോടെ നാം കരയുമ്പോൾ, അയ്യോ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കരയുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ കരം വന്ന് നമ്മെ പിടിക്കും. ശത്രുവായി പൈശാചികനെ ദൈവം മാറ്റും. എന്നിട്ടോ ദൈവം തൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരും. ബിറ്റർനെസ് ഇസ് ചേഞ്ച് ടു ബ്ലെസ്സഡ്നെസ്. ബിറ്റർനെസ് ബ്ലെസ്സഡ്നെസ്സായി മാറും. ദൈവത്തിന് സ്തോത്രം. ടീയേഴ്സ് ചേഞ്ച് ടു ട്രയംഫ്. കണ്ണുനീര് വിജയമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഫാമിൻ ചേഞ്ച് ടു ഫീസ്റ്റ് ഓർ ഫുൾനെസ്. ഫാമിൻ, ക്ഷാമം നമ്മുടെ ജീവിതത്തിൽ വന്നു, അത് ഫീസ്റ്റായിട്ട്, മൃഷ്ടാന്ന ഭോജനമായിട്ടും ഒപ്പം അത് നിറവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടും മാറും. ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് വേണ്ടത്? എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പാപം എവിടെ വന്നു എന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. എവിടെ പിശാചിന് അവകാശം കിട്ടിയെന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. എവിടെയെല്ലാം ദുഷ്ടപിശാച് കയറി പറ്റിയെന്ന് നാം കണ്ടുപിടിക്കണം. അവൻ ഇടം കൊടുത്ത പഴുതുകൾ ഏതെല്ലാമെന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മേലിൽ ഈ പാപം വരികയില്ല എന്ന് ദൈവത്തോട് നാം വാക്ക് പറയണം. എന്നിട്ടോ വന്നുപോയ പാപം നാഥാ നിൻ്റെ തിരുരക്തത്താൽ കഴുകിത്തരണമേ എന്ന് യേശുക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി തിരുവിലാവിൽ നിന്ന് തിരുരക്തം ഒഴുക്കിയ രക്ഷക, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി തരണമേ എന്ന് നാം തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയം തകർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ തഴുകുകയും പിതാവായ ദൈവത്തിൻ്റെ കൃപ നമ്മെ വലയം ചെയ്യുകയും പരിശുദ്ധാത്മാവ് നമ്മെ എടുത്തുകൊണ്ട് പറന്നുപോയി പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി അർപ്പണം ചെയ്യുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ യാതനകളെയും വേദനകളോർത്ത് നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വിരഹങ്ങളും യോഗങ്ങളും ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വന്ന പരാജയങ്ങളോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നതോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ചിലർ നിങ്ങളെ ചതിച്ചു, ചിലർ നിങ്ങളെ ഉപദ്രവിച്ചു, ചില കേടുകളും കെടുതികളും നിങ്ങൾക്ക് വന്നു, അതോർത്ത് നിങ്ങൾ തളരരുത്, നിരാശപ്പെടരുത്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ കർത്താവേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ദുഷ്ടനായ
പൈശാചികന് ഇടം കൊടുക്കുന്ന അനേകം കാര്യങ്ങൾ വന്നുപോയി. നാഥ, നീ എനിക്ക് ക്ഷമിച്ചു തരണമേ, പാപങ്ങളെല്ലാം പുറത്തു തരണമേ. നാഥ, ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ തിരുമുൻപാകെ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ നിന്നോട് പറയുന്ന വാക്കാണ് കർത്താവേ, തിരുമുൻപാകെ ഞാൻ ചെയ്യുന്ന ഉടമ്പടിയാണ്, തിരുമുൻപാകെ ഞാൻ ചെയ്യുന്ന സമർപ്പണമാണ്. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ ഈ ദുരിതത്തിൻ്റെ കാലങ്ങൾ നീ മാറ്റി എനിക്ക് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും കാലങ്ങൾ എനിക്ക് പകർന്നു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പിതാവിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കൊണ്ട് ചെല്ലുന്നത്, കൃപാസനത്തിന് മുൻപാകെ കൊണ്ട് ചെല്ലുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാക്കൾ കൂട്ടമായി പറന്നു വന്ന് നമ്മെ വലയം ചെയ്യുകയും നമ്മുടെ മേൽ പറന്ന് ഉല്ലസിക്കുകയും സ്തുതി ഗീതങ്ങൾ ആലപിക്കുവാൻ നമുക്ക് പുതുപാഠങ്ങൾ തരികയും ചെയ്യും, പുതിയ അനുഭവങ്ങൾ തരും. അങ്ങനെയാണ് ആരാധന തുടങ്ങുന്നത്. ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള ആ വലിയ സന്തോഷ തിമിർപ്പിൽ നിന്നാണ് ആരാധനയുടെ സൗകുമാര്യം വളരുന്നത്. നമ്മുടെ ജീവിതം ആരാധന നിറഞ്ഞതായിത്തീരുന്നു. ആരാധന സന്തോഷമാണ്, ആരാധന സ്തുതിയാണ്, ആരാധന സ്തോത്രമാണ്, ആരാധന നന്ദിയാണ്. ഈ നന്ദി പ്രകടനം സ്തുതിയും സ്തോത്രവുമായി പ്രഭയും പുകഴ്ചയുമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് ഹൃദയത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുള്ളതായ നന്ദി പ്രകർഷത്തിൽ നിന്നാണ്. സ്നേഹിതരെ, ഈ അനുഭവമാണ് നമുക്ക് നേടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നവമി നമുക്ക് തരുന്ന പാഠം, നവമിയുടെ ജീവിതത്തിൽ കണ്ണീരും കയ്യുമായിരുന്നെങ്കിലും അതെല്ലാം മാറി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നവമിയുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ കാലങ്ങൾ. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കണ്ടത് രൂത്തിൻ്റെ ജീവിതത്തിലെ ദുഃഖത്തെക്കുറിച്ചാണ്. സോറോ, രൂത്തിൻ്റെ മാത്രമല്ല നവമിയുടെയും സോറോ. 1-ാം അധ്യായം ദുഃഖമാണ്, ദുഃഖം, സോറോ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് സർവീസായി മാറുന്നു, സർവീസ്, സേവനമായി മാറുന്നു. രൂത്ത് ബോവസിൻ്റെ വയലിൽ വേല ചെയ്യുന്നതായി തീരുന്നു. 1-ാം അധ്യായം മുഴുവൻ സോറോ ആണ്, എന്നാൽ 2-ാം അധ്യായം ബോവസിൻ്റെ വയലിലെ സർവീസാണ്. 3-ാം അധ്യായം ബോവസിൻ്റെ കാൽക്കലെ സറണ്ടറാണ്. യെസ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. സോറോ, സർവീസ്, സറണ്ടർ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, സംതൃപ്തി, സംതൃപ്തി, തൃപ്തി. 1-ാം അധ്യായം സോറോ, ദുഃഖം. 2-ാം അധ്യായം സർവീസ്, സേവനം. 3-ാം അധ്യായം സറണ്ടർ, സമർപ്പണം. 4-ാം അധ്യായം സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിൽ നിന്ന് സംതൃപ്തിയിലേക്കുള്ള ഒരു കരുനീക്കമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള നീക്കം, സന്തോഷത്തിലേക്കുള്ള കുതിച്ചുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് സ്തോത്രം. എ ലീപ് ഫ്രം സോറോ ടു സാറ്റിസ്ഫാക്ഷൻ. ദൈവത്തിന് സ്തോത്രം. സോറോയിൽ നിന്ന് സാറ്റിസ്ഫാക്ഷനിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുതിച്ചുചാട്ടത്തിൽ പങ്കാളികളാകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിജയത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ഒന്നേ വേണ്ടൂ, ഒറ്റയ്ക്കൊരു കാര്യമേ വേണ്ടൂ, കൂടുതൽ വേണ്ട. ഒറ്റയ്ക്കൊരു കാര്യം നാം സമ്മതിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് അനർത്ഥങ്ങൾ വന്നുപോയി, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു പോയി, ന്യായങ്ങളൊന്നുമില്ല, ന്യായീകരണം പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, അവകാശവാദങ്ങളുമില്ല. ഞാൻ ഐ എം എ പൂവർ സിന്നർ, ഞാനൊരു മഹാപാപി. കർത്താവേ, ഞാൻ പാപികളിൽ ഒന്നാമൻ, ഞാൻ പാപികളിൽ പ്രധാനി. ഞാൻ അറിയുന്നിടത്തോളം എല്ലാവരേക്കാളും പാപി ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നാം തിരിച്ചറിയണം. അത് വെറുതെ പറഞ്ഞാൽ പോരാ, ഉള്ളിലറിയണം. നമ്മുടെ ഹൃദയത്തെ നോക്കി നാം അറിയണം. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എൻ്റെ ഭാവങ്ങളെ മനസ്സിലാക്കി, ഭാവങ്ങൾ, പാപമല്ല ഭാവം, എൻ്റെ മനോഭാവം, എൻ്റെ ഹൃദയഭാവം, എൻ്റെ ചിന്താഗതികൾ, അതെല്ലാം മനസ്സിലാക്കി ഞാനൊരു പാപിയാണെന്നുള്ള സത്യം ഞാൻ തന്നെ തിരിച്ചറിയണം. അഭിമാനകരമായി എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ മാറ്റിവെക്കണം. എനിക്ക് അഭിമാനം തോന്നുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാം പാപം നിറഞ്ഞതാണെന്ന് ഞാൻ കണ്ടെത്തണം. ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നെങ്കിൽ, ഒരാൾക്ക് 10 രൂപ ഞാൻ സഹായം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പോലും എൻ്റെ ഒരു സെൽഫുണ്ട് എന്ന് ഞാൻ കണ്ടെത്തണം. 10 രൂപ ഞാൻ സഹായം ചെയ്തത് അത് വാങ്ങിയയാൾക്ക് എന്നോടൊരു നന്ദി വരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എനിക്കത് സെൽഫുണ്ട്, എനിക്കൊരു ഈഗോയുണ്ട് എന്ന്. അല്ല, ആൾ നന്ദി കാണിച്ചില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദുഃഖിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്നിലൊരു സെൽഫുണ്ട് എന്ന്. എങ്കിൽ ഇത്രയും ഞാൻ വലിയ ഉപകാരം ചെയ്തിട്ട് എന്നോടൊരു നന്ദി കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ മനസ്സിലാക്കണം ഇപ്പോഴും എൻ്റെ ഈഗോ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈഗോ, എൻ്റെ സ്വയം ഇപ്പോഴും ഉണ്ട്. അയ്യോ എൻ്റെ കർത്താവേ, ഞാനിപ്പോഴും നിൻ്റെ സ്വഭാവത്തോട് അടുത്തില്ലല്ലോ. അങ്ങനെയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. ഓരോ സംഭവത്തിൽ കൂടി നാം നമ്മെ തന്നെ കണ്ടെത്തണം.
നമ്മുടെ അകത്തെ മനുഷ്യനെ കണ്ടെത്തണം. പുറമേ നാം എല്ലാം ഭംഗിയായി അഭിനയിക്കുന്നവരാണ്, പുറമേ ഭംഗിയായി പ്രവർത്തിക്കുന്നവരാണ്, പലതരത്തിൽ ഉപകാരം ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, നമസ്കാരങ്ങൾ ചൊല്ലുന്നവരാണ്, നാം പള്ളി ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. അതിലെല്ലാം നമുക്ക് നിഷ്ഠയുണ്ട്, നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ സ്വയം കൊണ്ട് ഉയർന്നു നിൽക്കുന്നൊരു മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ മറ്റുള്ളവർ പ്രശംസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ മറ്റുള്ളവരുടെ പ്രീതി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ മറ്റുള്ളവരുടെ ബഹുമതി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ മറ്റുള്ളവരുടെ റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ, ദ ഇന്നർ മാൻ, എൻ്റെ അകത്തുള്ള എൻ്റെ സ്വഭാവം അത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സ്വഭാവമാണ്. ഈ അകത്തെ മനുഷ്യൻ തകരണം. അതാണ് ഇന്നർ മാൻ മരിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. സെൻറ്റ് പോൾ അത് പറഞ്ഞത് നിസ്സാര കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. ഈ വാക്യം കാണാതെ അറിയാം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അറിയാം. പക്ഷേ അറിയാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിന്നെയും സ്വയം മരിച്ചു കഴിഞ്ഞിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അറിയാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന്. നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെന്ന് നമുക്കറിയാം. പക്ഷേ പിന്നെയും നാം ഈ ശരീരം പാവത്തിന് കൊടുക്കുന്നു. നാവ് കൊണ്ട് അരുതാത്തത് പറയുന്നു, നാവ് കൊണ്ട് പ്രാകുന്നു, നാവ് കൊണ്ട് ശപിക്കുന്നു. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് നമുക്കറിയാം. നാം അത് വാക്കാൽ പറഞ്ഞിട്ടുണ്ടാകും. ഈ നാവ് കൊണ്ട് നാം കോപിച്ച് സംസാരിക്കുന്നു. ഈ നാവ് കൊണ്ട് ചിലരെ പുച്ഛിക്കുന്നു. ഈ നാവ് കൊണ്ട് ചിലരെ തുച്ഛീകരിക്കുന്നു. ഈ നാവ് കൊണ്ട് ചിലരെ തരം താഴ്ത്തി പറയുന്നു. ഈ നാവ് കൊണ്ട് ചിലരെ കുറ്റം പറയുന്നു. ഈ നാവ് കൊണ്ട് നാം വ്യാജം പറയുന്നു. ഈ നാവ് കൊണ്ട് നാം വഞ്ചന പിണയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാവിൽ അശുദ്ധി പകരുന്നു, ഈ നാവിൽ തിന്മ പകരുന്നു, ഈ നാവിൽ മദ്യം തൊടുന്നു, ഈ നാവിൽ പുകവലിക്കുന്ന സിഗരറ്റോ അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ഏതെങ്കിലും സാധനങ്ങളോ തൊടുന്നു. ഈ നാവ് അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നു. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് അറിയാം, എങ്കിലും നാം തിന്മ ചെയ്തു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തിരിച്ചറിയണം പിശാചിന് ഇടമുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്ന്. തിരിച്ചറിഞ്ഞിട്ട് നാം ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവേ, എൻ്റെ സ്വയം തകർന്നിട്ടില്ല, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഈ സ്വഭാവം മാറാതെ, എൻ്റെ ആളത്വം ക്രൂശിക്കപ്പെടാതെ, എൻ്റെ സ്വയം മരിക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുകയില്ല, നിൻ്റെ രാജ്യത്തിൽ ഞാൻ എത്തുകയില്ല. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയിലൊന്നും വചനം കേൾക്കുന്ന എനിക്ക് എൻ്റെ കർത്താവ് ഇത് എത്രയോ നാളുകളായി മനസ്സിലായി വരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും മാറാൻ തയ്യാറാകുന്നില്ല. ദുഷ്ടപിശാച് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു, പൈശാചികൻ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, സാത്താൻ എന്നെ വലയിലാക്കിയിരിക്കുന്നു, സാത്താൻ എന്നെ കുടുക്കിലാക്കിയിരിക്കുന്നു, സാത്താൻ എന്നെ അവൻ്റെ ജയിലിൽ അടച്ചിരിക്കുന്നു. കർത്താവെ, ജയിലറയുടെ പൂട്ടുകൾ തുറന്ന് ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിച്ച്, കർത്താവെ, നീ എന്നെ പുറത്ത് കൊണ്ടുവരണമേ, എനിക്ക് നീ സ്വാതന്ത്ര്യം തരണമേ, അങ്ങനെ എനിക്ക് നീ വിടുതൽ തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥന. നാം വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം പരാജയമുണ്ടോ, എവിടെയെല്ലാം തോൽവി പറ്റിയിട്ടുണ്ടോ, എവിടെയെല്ലാം നമുക്ക് വീഴ്ച വരുന്നുണ്ടോ, എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധക്കുറവുകൾ സംഭവിക്കുന്നുണ്ടോ, അതെല്ലാം എണ്ണി ദൈവത്തോട് പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ ഈ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഈ അലസത ക്ഷമിക്കണമേ, എൻ്റെ അവിവേകം ക്ഷമിക്കണമേ, എൻ്റെ ഈ അശുദ്ധി ക്ഷമിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അരുതായികൾ പലതും സംഭവിച്ചു, നാഥാ ക്ഷമിക്കണമേ. ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരുന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്, അപ്പോഴാണ് കരുണ നമുക്ക് ലഭിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് പാപമോചനത്തിൻ്റെ സൗഖ്യം ലഭിക്കുന്നത്. പാപമോചനത്തിൻ്റെ സൗഖ്യം, പാപക്ഷമയുടെ സൗഖ്യം, പാപം ക്ഷമിച്ച് കിട്ടുമ്പോഴുള്ള സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. ബിറ്റർനെസ് ബ്ലെസ്സഡ്നെസ്സായി മാറും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ബിറ്റർനെസ് മാറാൻ ആഗ്രഹമുണ്ടോ? ജീവിതത്തിലെ കയ്പ് മാറാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേരാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്. കൈപ്പേറിയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ഞാൻ. കൈപ്പേറിയ അനുഭവങ്ങൾ. ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ, നിരാശയിലാണ്ടുപോയൊരു മനുഷ്യൻ, അപകർഷതാബോധം കൊണ്ട് തലകുമ്പിട്ട് പോയൊരു മനുഷ്യൻ, ജീവിതത്തിൽ നിരാശ ബാധിച്ച് സമാധാനമില്ലാതെ എന്നും തോരാ കണ്ണീരുമായി കഴിഞ്ഞൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കും നല്ലതാണ്. കണ്ണീരടിഞ്ഞ ജീവിതം, ദുരിതം പൂണ്ട ജീവിതം, സമാധാനമറ്റു പോയ ജീവിതം, ഒറ്റപ്പെട്ടു പോയ ജീവിതം, ആരും തുണയില്ലോ എന്നോർത്ത് കേണ ജീവിതം,
എനിക്ക് ആരുമില്ലല്ലോ, എനിക്കൊരു നല്ല വാക്ക് കേൾക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ലല്ലോ, എൻ്റെ കരം പിടിച്ച് നടത്താൻ ആരുമില്ലല്ലോ എന്നോർത്ത് അനാഥനെപ്പോലെ കരഞ്ഞുപോയ ജീവിതം. ഞാനങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 17-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ കരുണയുള്ള കർത്താവ് കൃപയാൽ എൻ്റെ ഹൃദയത്തെ തകർത്തു. എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഗോകുൽത്തായിൽ മരിച്ച രക്ഷകൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ചങ്കിൽ വന്ന് തൊട്ടു. ആ ആണിയേറ്റ പാദം എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മുൾമുടിയേറ്റ ശിരസ് എൻ്റെ മാറിൽ തല ചായ്ച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വളരെ എളിമയോട് പറയട്ടെ, ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെയും കൊണ്ട് എഴുന്നേൽക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബിറ്റർനെസ് മാറ്റി ബ്ലെസ്സഡ്നെസ് കൈക്കലാക്കിക്കൊണ്ട് എഴുന്നേൽക്കാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടീയേഴ്സ് മാറി ട്രയംഫോടെ എഴുന്നേൽക്കാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ നാശങ്ങളും മാറ്റി സന്തോഷത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ യേശുവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് ആശ്വാസം തരും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് അനുഗ്രഹം തരും. നിങ്ങൾ ദയവായി നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ സമയം നഷ്ടപ്പെടുത്താതെ യേശുവിനോടൊരു വാക്ക് പറയൂ, കർത്താവേ, എൻ്റെ ജീവിതം ഞാനിതാ കുരിശിൻ ചുവട്ടിലേക്ക് അർപ്പണം ചെയ്യുന്നു. എൻ്റെ ഭാവി ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവെ ആണിയടിച്ച് തകർന്ന കൈകളിലേക്ക് ഈ ജീവിതം ഞാനിതാ വെച്ച് തരുന്നു. എന്നോട് കരുണ തോന്നി ഇപ്പോൾ എൻ്റെ പാപം ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. നാഥായി വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, പാവക്ഷമ നൽകണമേ, സമാധാന ജീവിതം നൽകണമേ, കയ്പുകൾ മാറ്റിക്കൊടുക്കണമേ. കർത്താവെ, മധുരതരമായ ജീവിതത്തിൻ്റെ ആനന്ദം നൽകണമേ. കർത്താവെ, സമാധാനമുള്ള ജീവിതം നയിപ്പാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ചൊരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.